Learn Easy Online Education. Hi, welcome to my new video. It's me, ഹർഷിത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂണിറ്റ് എന്ന് വെച്ചാൽ MSO003 യൂണിറ്റ് 2 ആണ് കേട്ടോ. ചേഞ്ച്, മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫുള്ള് ഡെവലപ്മെന്റ്സിനെ കുറിച്ചും മോഡേണൈസേഷനെ കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എന്താണ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, യാതൊരു പ്രശ്നവും ഇല്ല. കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഈ റെക്കോർഡഡ് ക്ലാസ്സിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമുക്ക് പരസ്പരം ഒരു ലൈവ്ലി ഇന്ററാക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ആ ഒരു ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോ പഠിക്കന്നെ വേണം. എന്തായാലും PG ആണ്, സെൽഫ് സ്റ്റഡി ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫീസൊക്കെ കൊടുത്ത് ഇഷ്ടംപോലെ ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളിപ്പോഴൊന്നും പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സെൽഫ് സ്റ്റഡി സജസ്റ്റ് ചെയ്തത്. സോ നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ തന്നെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. നമുക്കിതിൽ ആദ്യം തന്നെ കണ്ടന്റ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം എല്ലായ്പ്പോഴും പോലെ ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. പിന്നെ സോഷ്യൽ ചേഞ്ച്, കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കേസസ്, പെർസ്പെക്റ്റീവ് ഓഫ് സോഷ്യൽ ചേഞ്ച്, കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് കോസസ്, പെർസ്പെക്റ്റീവ് ഓഫ് സോഷ്യൽ ചേഞ്ച്, മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തെ കുറിച്ചൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് കേട്ടാ. Modernization, concept and features, perspective on modernization, critics of modernization, theories, development condition and barriers, observation about recent development experience. അപ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നേരിടുന്ന പ്രശ്നങ്ങളും അതുകൊണ്ടുള്ള നല്ലതും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും, നെഗായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്ര വലിയ യൂണിറ്റ് ഒന്നുമല്ല, ചെറിയ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. യൂണിറ്റ് 2, ചേഞ്ച്, മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് 2.1 ഇൻട്രൊഡക്ഷൻ. Past unit talked about development as progress, evolution and growth. Now focus on change and modernization in development. പുരോഗതി, പരിണാമം, വളർച്ച എന്നിങ്ങനെയുള്ള വികസന കാര്യത്തെ കുറിച്ചാണ് എന്ത് ചെയ്തത്, നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് സംസാരിച്ചത്. ഇപ്പോൾ വികസനത്തിന്റെ മാറ്റത്തിലും നവീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന MSO003 യൂണിറ്റ് 2. Development involves both the gradual change and modernization in human society. We will first discuss social change, its key features and causes. Different experts have different views on this. Then we will explore modernization, a new idea, along with its benefits and criticism. വികസനത്തിൽ മനുഷ്യ സമൂഹത്തിൽ ക്രമാനുഗതമായ മാറ്റവും ആധുനികവൽക്കരണവും ഉൾപ്പെടുന്നുണ്ട്. സാമൂഹിക മാറ്റം എന്നത് അതിന്റെ പ്രധാന സവിശേഷതകൾ, കാരണങ്ങൾ എന്നിവ ആദ്യം ചർച്ച ചെയ്യും. വ്യത്യസ്ത വിദഗ്ധർക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. തുടർന്ന് പുതിയ ആശയമായിട്ടുള്ള ആധുനികവൽക്കരണവും അതിന്റെ നേട്ടങ്ങളും വിമർശനങ്ങളും എന്ത് ചെയ്യും, പര്യവേക്ഷണം ചെയ്യും, പഠിക്കും എന്നാണ് അർത്ഥം. Finally, we will look at development and what kind of matter help or slow it down the development and the real life examples of developmental experiences. അവസാനമായിട്ട് വികസനം എങ്ങനെയാണെന്ന് നോക്കും. അത് ഏത് തരത്തിലുള്ള പദാർത്ഥമാണ് വികസനത്തെ സഹായിക്കുന്നത് അല്ലെങ്കിൽ മന്ദഗതിയിലാക്കുന്നത്, വികസനത്തെ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. വികസന അനുഭവങ്ങളുടെ യഥാർത്ഥ ജീവിതം ഉദാഹരണങ്ങൾ സഹിതം എന്ത് ചെയ്യും, നമ്മളിവിടെ വ്യക്തമാക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ഹെഡിങ് 2.2 സോഷ്യൽ ചേഞ്ച്, കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക് ആൻഡ് കോസസ്. One of the main concern is the sociology of development is change. Every society experiences change in different areas like social, economical, cultural.
ടെക്നോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്. വികസനത്തിന്റെ സാമൂഹിക മാറ്റത്തിലെ പ്രധാന ആശങ്കകളിൽ ഒന്ന് മാറ്റം എന്നതാണ്. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും സാങ്കേതികവും പാരിസ്ഥിതികവുമായിട്ടുള്ള വിവിധ മേഖലകളിൽ ഓരോ സമൂഹവും മാറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോഷ്യൽ സയന്റിസ്റ്റ് ഡിഫൈൻ സോഷ്യൽ ചേഞ്ച് ഇൻ ഡിഫറെന്റ് വേസ്. ഡിഫറെന്റ് വേസില് സോഷ്യൽ സയന്റിസ്റ്റുകള് ഈ ഒരു സാമൂഹിക മാറ്റത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സോഷ്യൽ സയന്റിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. മാക്ലവർ ആൻഡ് പേജ്, എ ചേഞ്ച് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്. ലൻബർഗ്, എനി ചേഞ്ച് ഇൻ ഹ്യൂമൻ ഇന്ററാക്ഷൻ ആൻഡ് ബിഹേവിയർ. മാക്ലവർ ആൻഡ് പേജ് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളിലെ മാറ്റമാണ്, സാമൂഹിക ബന്ധങ്ങളില് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. ലൻബർഗ് പറയുന്നത് മനുഷ്യന്റെ ഇടപെടലുകളിലും പെരുമാറ്റങ്ങളിലും എന്തെങ്കിലും മാറ്റം വരുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ഇടപെടലുകളിലും പെരുമാറ്റങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ജഡ്സൺ ആർ ലാൻഡിസ്, എ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് റിലേഷൻഷിപ്പ്. ജെൻസ് ആൻഡ് ലാൻഡിസ് പറയുന്നത് ബന്ധങ്ങളുടെ ഘടനയിലും പ്രവർത്തനങ്ങളിലും മാറ്റം വരുന്നു എന്നുള്ളതാണ്. കോയിനിങ് പറയുന്നത് ചേഞ്ച് ഇൻ പീപ്പിൾസ് ലൈഫ് പാറ്റേൺ, ആളുകളുടെ ജീവിത ശൈലികളിലും എന്ത് വരുന്നു, മാറ്റങ്ങൾ വരുന്നു എന്നതാണ്. എം ഇ ജോൺസ് പറയുന്നത് എനി ചേഞ്ച് ഇൻ സോഷ്യൽ പ്രോസസ് ആൻഡ് ഓർഗനൈസേഷൻ, സാമൂഹിക പ്രക്രിയകളിലും സംഘടനകളിലും മാറ്റം വരുന്നു എന്നുള്ളതാണ്. കിങ്സ്ലി ഡേവിസ് പറയുന്നത് ചേഞ്ചസ് ദാറ്റ് അഫക്ട് സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, സമൂഹത്തിന്റെ ഘടനയെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന മാറ്റങ്ങൾ എന്തിനു വരുന്നുണ്ട്, ഡെവലപ്മെന്റ്സിന് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ മാറ്റങ്ങളാണ് കേട്ടോ. ഈ മാറ്റങ്ങളൊക്കെയാണ് വികസനത്തിൽ ഉൾപ്പെടുന്നതാണെന്നാണ് പറയുന്നത്. റോബർട്ട് ആൻഡ് നിസ്ബറ്റ് പറയുന്നത് എ സീക്വൻസ് ഓഫ് ചേഞ്ച് ഓവർ ടൈം, അതായത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുടെ ഒരു ക്രമം ആണ് ഈ മാറ്റങ്ങൾ. ജോൺ ജെ മഷിയോനസ് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സംസ്കാരത്തിന്റെയും സാമൂഹിക സ്ഥാപനങ്ങളുടെയും ഒരു പരിവർത്തനമാണ് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ ചേഞ്ച് ഡിഫറെന്റ് വേസ്, പലതരത്തിലുള്ള സോഷ്യൽ ചേഞ്ചുകളെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ചേഞ്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അടുത്ത നോക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് എവ്രിവെയർ ബട്ട് അറ്റ് ഡിഫറെന്റ് സ്പീഡ്. ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ്, പക്ഷെ വ്യത്യസ്ത വേഗതയിലാണ്. ചിലടത്ത് വളരെ സ്പീഡില് വികസനം സംഭവിക്കും, ചിലടത്ത് കുറച്ച് സ്ലോ ആയിരിക്കും എന്ന് പറയുന്ന പോലെ. ഇറ്റ് ക്യാൻ ബി ഇന്റർനാഷണൽ ഓർ അൺപ്ലാൻഡ്, അത് എല്ലായിടത്തും എന്താണ്, ആസൂത്രിതമല്ലാത്തതോ ആകാം. അത് പ്ലാൻ ചെയ്തിട്ടും വരും, പ്ലാനിങ് ഇല്ലാതെയും വികസിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് മേ ക്രിയേറ്റ് കോൺട്രവേഴ്സി, അത് വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാം. വിവാദങ്ങൾ, ചില മാറ്റങ്ങൾ ഇപ്പൊ പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള വികസനങ്ങൾ വരുമ്പോ അവിടെ എന്തുണ്ടാവും, വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടും. ദോഷമായിട്ടല്ലെങ്കിൽ പോലും ഇപ്പൊ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു പാർട്ടി ചെയ്യുമ്പോൾ മറ്റേ പാർട്ടി എന്ത് ചെയ്യും, അതില് വിവാദങ്ങൾ സൃഷ്ടിക്കും. ചില മാറ്റങ്ങൾ മറ്റുള്ളവയേക്കാൾ പ്രധാനമാണ്. അതായത് സം ചേഞ്ചസ് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ അതേഴ്സ്. എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സ് വേഴ്സസ് ഡോൾസ്. ചില മാറ്റങ്ങൾ മറ്റുള്ളവയേക്കാൾ പ്രധാനമാണ്. അതായത് ഉദാഹരണം കമ്പ്യൂട്ടറുകൾ വേഴ്സസ് പാവകൾ. അതായത് ഈ പാവകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എന്താണ് പ്രധാനമാണ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ചില വികസനങ്ങൾ എന്താണ് കുറച്ചുകൂടെ മുൻതൂക്കം നേടുന്നവയാണെന്നാണ് പറയുന്നത്. കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചിന്റെ കാരണങ്ങളാണ്, കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഫസ്റ്റ് വൺ, കൾച്ചറൽ ചേഞ്ച്. സൊസൈറ്റി ചേഞ്ച് ആസ് കൾച്ചർ ഇവോൾവ്സ്, ഇൻവെൻഷൻ ക്രിയേറ്റ്സ് ന്യൂ പ്രൊഡക്ട്സ്. എക്സാമ്പിൾ ടെലിഫോൺ, ഗവൺമെന്റ് സിസ്റ്റംസ്. ഡിസ്കവറി റിവീൽസ് ന്യൂ നോളജ്. ഡിഫ്യൂഷൻ സ്പ്രെഡ്സ് ഐഡിയാസ് ബിറ്റ്വീൻ സൊസൈറ്റീസ് ത്രൂ ട്രേഡ്, മൈഗ്രേഷൻ ആൻഡ് മീഡിയ. സംസ്കാരം വികസിക്കുമ്പോൾ സമൂഹം മാറുന്നു. കണ്ടുപിടുത്തം പുതിയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഉദാഹരണം ടെലിഫോൺ, സർക്കാർ സംവിധാനങ്ങൾ പോലെ. കണ്ടെത്തൽ പുതിയ അറിവുകൾ വെളിപ്പെടുത്തുന്നു. വ്യാപാരം, കുടിയേറ്റം, മാധ്യമങ്ങൾ എന്നിവയിലൂടെ സമൂഹങ്ങൾക്കിടയിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. സംസ്കാരം മാറുന്നത്, ആദ്യം മാറുന്നത് സംസ്കാരമാണ്. ഓരോ ഘട്ടത്തിനനുസരിച്ച് സംസ്കാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സംസ്കാരങ്ങൾ മാറുമ്പോൾ തന്നെ എന്തുണ്ടാകും, മാറ്റങ്ങള് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് പറയുന്നത്.
സെക്കൻഡ് വൺ പറയുന്നത് ഐഡിയാസ് ആൻഡ് ചേഞ്ച്. ന്യൂ ഓർ മോഡിഫൈഡ് ഐഡിയാസ് ക്യാൻ ട്രാൻസ്ഫോം സൊസൈറ്റി. എക്സാമ്പിൾ, മാക്സ് വെബർ ഷോഡ് ദാറ്റ് റേഷണൽ റിലീജിയസ് ഐഡിയാസ് ചേഞ്ച് അറ്റ് പ്രൊട്ടസ്റ്റന്റ് സൊസൈറ്റീസ്. പുതിയതോ പരിഷ്കരിച്ചതോ ആയ ആശയങ്ങൾക്ക് സമൂഹത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഉദാഹരണം, യുക്തിസഹമായ മതപരമായ ആശയങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളെ മാറ്റിമറിച്ചുവെന്ന് മാക്സ് വെബർ കാണിച്ചു. യുക്തിസഹമായിട്ടുള്ള മതപരമായിട്ടുള്ള ആശയങ്ങൾ എന്ത് ചെയ്തു? മാറ്റങ്ങൾക്ക് കാരണമായി. ഇപ്പൊ ഇന്ത്യയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സതി എന്നത് എന്തായിരുന്നു? മതപരമായിട്ടുള്ള ഒരു ആശയമായിരുന്നില്ലേ? അത് പിന്നീട് നിർത്തലാക്കിയ സമയത്ത്, യുക്തിസഹമായ രീതിയിൽ അതിനെ നിർത്തലാക്കിയ സമയത്ത് അത് മാറ്റങ്ങൾക്ക് കാരണമായി. അതായത് സാമൂഹികമായിട്ടും ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല വികസനം. സാമൂഹികം, സാമ്പത്തികം എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതാണ് വികസനം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, തേർഡ് പോയിന്റ്, ഡെമോഗ്രാഫിക് ചേഞ്ച്. ചേഞ്ച് ഇൻ ബർത്ത് റേറ്റ്സ്, ഡെത്ത് റേറ്റ്സ് ആൻഡ് മൈഗ്രേഷൻ എഫക്ട് സൊസൈറ്റി. ജനനനിരക്കും മരണനിരക്കും കുടിയേറ്റവും എന്നിവയിൽ മാറ്റങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. അതിലൊരുപാട് മാറ്റങ്ങളും ഉണ്ടായി. ജനനനിരക്ക് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മരണനിരക്കിലും അതുപോലെ കുടിയേറ്റത്തിലും. ഇപ്പോ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ പുറത്തോട്ടുള്ള ഫോറിൻ കൺട്രീസിലോട്ട് നമ്മുടെ നാട്ടിൽ നിന്നായാലും മറ്റു പല നാട്ടിൽ നിന്നായാലും അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. അതൊക്കെ കൂടിയത് എന്താണ്? കൂടാനുള്ള കാരണം നമ്മുടെ ഇപ്പത്തെ ഈ ഒരു ഡെവലപ്മെന്റ് കൊണ്ടാണ്, ഈ സോഷ്യൽ ചേഞ്ച് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. എന്താണ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാട്ടോ നമ്മൾ പറയുന്നത്? സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കോൺഫ്ലിക്റ്റ് ആൻഡ് ചേഞ്ച്. ടെൻഷൻ ഫ്രം ഇനിക്വാലിറ്റി drive change. Struggles like poverty, discrimination and cultural shifts lead to conflict. അസമത്വത്തിൽ നിന്നുള്ള പിരിമുറുക്കങ്ങൾ മാറ്റത്തിന് കാരണമാകുന്നു. മാറ്റത്തിന്റെ കാരണങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ദാരിദ്ര്യം, വിവേചനം, സാംസ്കാരിക വ്യതിയാനങ്ങൾ തുടങ്ങിയ പോരാട്ടങ്ങൾ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അസമത്വത്തിൽ നിന്നുള്ള പിരിമുറുക്കങ്ങൾ, വർഗം, ജാതി, ലിംഗഭേദം എന്നിവയിലൊക്കെ എന്തുണ്ടായിട്ടുണ്ട്? ഇപ്പൊ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങൾക്ക് കാരണങ്ങൾ ആകുന്നു ഉണ്ട് എന്നാണ് പറയുന്നത്. വിവേചനം, സാംസ്കാരിക വ്യതിയാനങ്ങൾ തുടങ്ങിയ പോരാട്ടങ്ങൾ എന്താക്കുന്നു? സംഘർഷത്തിലേക്ക് നയിക്കുകയും അതുപോലെ ഇതൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സഹായമാവുകയും ചെയ്യുന്നു. സോഷ്യൽ മൂവ്മെന്റ്സ്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് വർക്ക് ടു ചേഞ്ച് വാല്യൂസ്, നോംസ് ആൻഡ് ട്രഡീഷൻസ്. ദിസ് മൂവ്മെന്റ്സ് ക്രിയേറ്റ് new identities and perspective. Social change is constant and affect all aspects of life in different ways. മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പാരമ്പര്യങ്ങളും മാറ്റാൻ സംഘടിത ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു. ഈ പ്രസ്ഥാനങ്ങൾ പുതിയ തിരിച്ചറിവുകളും കാഴ്ചപ്പാടുകളും സൃഷ്ടിക്കുന്നു. സാമൂഹിക മാറ്റം നിരന്തരമായതും ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും വ്യത്യസ്ത രീതിയിൽ ബാധിക്കുന്നതും ആണ് എന്നാണ് പറയുന്നത്. വിപ്ലവങ്ങളൊക്കെയാണ് പറയുന്നത്. വ്യാവസായിക വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവമൊക്കെ എന്തൊക്കെയാണ്? ആ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ സംഭവങ്ങളാണ്. അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 2.3 perspective on social change. Now let's look at the different perspective on how change happen in society. ഇപ്പൊ നമ്മൾ എന്താണ് സമൂഹത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളാണ് നോക്കുന്നത്. നേരത്തെ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്നതാണ് കേട്ടോ. എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്? അതിൽ ഫസ്റ്റ് വൺ, എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. ഇൻ ദ 19th century, evolution became a key idea in explaining human development. Morgan described 3 stages: savagery, barbarism and civilization. 19ാം നൂറ്റാണ്ടിൽ മനുഷ്യ വികസനത്തെ വിശദീകരിക്കുന്നതിൽ പരിണാമം ഒരു പ്രധാന ആശയമായിട്ട് മാറിയിട്ടുണ്ട്. മോർഗൻ 3 ഘട്ടങ്ങളെ വിവരിച്ചു. അതായത് കാട്ടാളത്വം, പ്രാകൃതത്വം, നാഗരികത. സേവേജറി, ബാർബറിസം, സിവിലൈസേഷൻ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ നോക്കിയതാണ് കേട്ടോ ആ കാര്യങ്ങളൊക്കെ. അഗസ്റ്റ് കോംതെ സജസ്റ്റഡ് 3 phases of human thinking: theological, metaphysical and positive. Herbert Spencer believed societies evolved from simple to complex structure with increasing specialization. അഗസ്റ്റ് കോംതെ മനുഷ്യചിന്തയുടെ 3 ഘട്ടങ്ങൾ നിർദ്ദേശിച്ചു. ദൈവശാസ്ത്രം, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ്. നമ്മൾ പഠിച്ചു. തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ് നമ്മൾ 2-3-4 തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹെർബർട്ട് സ്പെൻസർ വിശ്വസിച്ചത് സമൂഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സ്പെഷ്യലൈസേഷനിലൂടെ ലളിതമായതിൽ നിന്ന് സങ്കീർണത ഘടകങ്ങളിലേക്ക്
പരിണമിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതും നമ്മൾ പറഞ്ഞതാണ്. ഏതൊരു വികസനം വരുന്ന സമയത്തും ലളിതമായി കൊണ്ടിരുന്ന ജീവിതം കുറച്ചും കൂടെ എല്ലാവർക്കും സങ്കീർണതകൾ നിറഞ്ഞതായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയാം, എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, അതായത് പരിണാമപരമായിട്ടുള്ള വീക്ഷണങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതില് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. പരിണാമം, മാറ്റം വരുന്നതിന്റെ പരിണമിക്കുന്നതിന്റെ ഓരോ പെർസ്പെക്റ്റീവ്സ്, വീക്ഷണങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. അടുത്ത നമ്മളെ ഹെഡിങ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ദിസ് പെർസ്പെക്റ്റീവ് സീസ് ചേഞ്ച് ആസ് റിസൾട്ട് ഓഫ് ടെൻഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ പിരിമുറുക്കത്തിന്റെയും സംഘർഷത്തിന്റെയും ഫലമായിട്ടാണ് ഈ കാഴ്ചപ്പാട് മാറ്റത്തെ കാണുന്നത് എന്നാണ് പറയുന്നത്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു കാഴ്ചപ്പാട് നോക്കി കാണുന്നത്. കോൾ മാർക്സ്, ചേഞ്ച് ഹാപ്പൻസ് ത്രൂ class struggle between the rich and poor. This leads to revolutions and social progress from ancient times to capitalism. കാൾ മാർക്സ് പറയുന്നത് സമ്പന്നരും ദരിദ്രരും ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള വർഗ സമരത്തിലൂടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് പുരാതന കാലം മുതൽ മുതലാളിത്തത്തിലേക്കുള്ള വിപ്ലവങ്ങൾക്കും സാമൂഹിക പുരോഗതിക്ക് എന്താണ് കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ലേവിസ് കോസർ പറയുന്നത് കോൺഫ്ലിക്റ്റ് ഈസ് നാച്ചുറൽ ഇൻ സൊസൈറ്റി ആൻഡ് ഹെൽപ്പ് ക്രിയേറ്റ് ചേഞ്ച് either പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി. ലൂയിസ് കോസർ പറയുന്നത് സമൂഹത്തിൽ സംഘർഷം എന്താണ്, സ്വാഭാവികമാണ്. അനുകൂലമായോ പ്രതികൂലമായോ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അത് സഹായിക്കുന്നു. എന്ത് സഹായിക്കുന്നു? കോൺഫ്ലിക്റ്റ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. റാഫ് ഡാരൻഫോർഡ് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഹാപ്പൻസ് ഡ്യൂ ടു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അതോറിറ്റി, നോട്ട് ജസ്റ്റ് വെൽത്ത്. Those in power and those without power always struggle, leading to change. റാൽഫ് ഡാരൻഫോർഡ് പറയുന്നത് സമ്പത്ത് മാത്രമല്ല, അധികാരത്തിന്റെ അസമമായ വിതരണം മൂലമാണ് സംഘർഷം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അധികാരത്തിൽ ഇരിക്കുന്നവരും അധികാരത്തിൽ ഇല്ലാത്തവരും എപ്പോഴും പോരാടുന്നുണ്ട്. ഇത് മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. സമ്പത്ത് മാത്രമല്ല പ്രശ്നങ്ങളുടെ കാരണം, അധികാരവും കോൺഫ്ലിക്ട്സിന്റെ കാരണമാണെന്നാണ് പറയുന്നത്. അടുത്തത് തേർഡ് പോയിന്റ്, സ്ട്രക്ചറൽ ഫങ്ഷണൽ perspective. This view sees society as a system of interrelated parts that work together for stability. ഈ ഒരു കാഴ്ചപ്പാടിൽ സമൂഹത്തെ സ്ഥിരതയ്ക്കായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പരസ്പര ബന്ധിതമായ ഭാഗങ്ങളുടെ ഒരു സംവിധാനമായിട്ട് കാണുന്നു. എമിലി ഡർഖെയിം പറയുന്നത് ചേഞ്ച് ഹാപ്പൻസ് ഡ്യൂ ടു ഷിഫ്റ്റ്സ് ഇൻ ഡിവിഷൻ ഓഫ് ലേബർ ഫ്രം ട്രഡീഷണൽ ടു മോഡേൺ സൊസൈറ്റീസ്. പരമ്പരാഗത സമൂഹങ്ങളിൽ നിന്ന് ആധുനിക സമൂഹങ്ങളിലേക്കുള്ള തൊഴിൽ വിഭജനത്തിന്റെ വ്യതിയാനം മൂലമാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. സമൂഹത്തെ സ്ഥിരതയായിട്ട് നിലനിർത്താൻ, നീതിപരമായിട്ട് നിലനിർത്താൻ എന്താണ് തൊഴിൽ വിഭജനവും സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ടാൽക്കോട്ട് പേഴ്സൺ സൊസൈറ്റി ഹാസ് 3 key systems: personality, organism and culture. And culture and change occurs when their balance is disturbed. ടാൽക്കോട്ട് പേഴ്സൺ പറയുന്നത് സമൂഹത്തിന് 3 പ്രധാനപ്പെട്ട സംവിധാനങ്ങളുണ്ട്. കീ സിസ്റ്റംസ് ഉണ്ട്. വ്യക്തിത്വം, ജീവജാലം, സംസ്കാരം എന്നിവയാണ് അതൊക്കെ. അവയുടെ സന്തുലിതാവസ്ഥ തകരാറിലാകുമ്പോൾ എന്തുണ്ടാകും? മാറ്റങ്ങൾ സംഭവിക്കുന്നു. വ്യക്തിത്വത്തിനും ജീവജാലം, അതായത് പ്രകൃതിയാണ് ഉദ്ദേശിക്കുന്നത്. ജീവജാലം, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സംസ്കാരം, ഇവയ്ക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. തകരാറിലാകുമ്പോഴാണ് മാറ്റം. തകരാറിലാകാൻ ഉദ്ദേശിക്കുന്നത് പഴയ കാലത്ത് ആ ഒരു ലെവലിൽ നിന്ന് ചേഞ്ച് ആകുന്നതിനാണ് തകരാറ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ കോൺഫ്ലിക്റ്റ് തിയറി അല്ലേ, അതുകൊണ്ടാണ് തകരാറിലാകുന്നത് എന്ന് പറയുന്നത്. അപ്പോ മാറ്റം സംഭവിക്കുന്നു. വില്യം ഒഗ്ബേൺ പറയുന്നത് ചേഞ്ച് ഹാപ്പൻസ് അറ്റ് ഡിഫറെന്റ് റേറ്റ്സ്. കൾച്ചറൽ ലാഗ് ഒക്യൂർസ് വെൻ മെറ്റീരിയൽ കൾച്ചർ ചേഞ്ച് ഫാസ്റ്റർ ദാൻ നോൺ മെറ്റീരിയൽ കൾച്ചർ കോസിംഗ് ടെൻഷൻ ആൻഡ് ഫർദർ ചേഞ്ച്. വില്യം ഒഗ്ബേൺ പറയുന്നത് മാറ്റം വ്യത്യസ്ത നിരക്കുകളിൽ സംഭവിക്കുന്നതാണ്. ഭൗതിക സംസ്കാരം, അതായത് സാങ്കേതിക വിദ്യ, ഭൗതികേതര സംസ്കാരത്തെക്കാൾ, അതായത് വിശ്വാസങ്ങളും മൂല്യങ്ങളെക്കാൾ വേഗത്തിൽ മാറുമ്പോൾ പിരിമുറുക്കത്തിനും കൂടുതൽ മാറ്റത്തിനും കാരണമാകുമ്പോൾ സാംസ്കാരിക കാലതാമസം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ Point 4, socio-psychological perspective. This view focuses on human behavior as a driver of change. ഈ വീക്ഷണം മാറ്റത്തിന്റെ ചാലകം എന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ കേന്ദ്രീകരിക്കുന്നതാണ്.
മാക്സ് വെബർ പറയുന്നത് റേഷണൽ തിങ്കിങ് റീപ്ലേസ്ഡ് ട്രഡീഷണൽ ബിലീഫ്സ് ഇൻ മോഡേൺ സൊസൈറ്റീസ് ലീഡിങ് ടു പ്രോഗ്രസ്. ആധുനിക സമൂഹങ്ങളിലെ പരമ്പരാഗത വിശ്വാസങ്ങളെ മാറ്റി സ്ഥാപിച്ച യുക്തിപരമായ ചിന്ത പുരോഗതിയിലേക്ക് നയിച്ചു. എവററ്റ് ഹേഗൻ പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റീസ് ഹാവ് ഫിക്സ്ഡ് റോൾസ് വൈൽ മോഡേൺ സൊസൈറ്റീസ് എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ചേഞ്ച് ഹാപ്പൻസ് വെൻ പീപ്പിൾ റിജക്ട് ട്രഡീഷണൽ റോൾസ്. പരമ്പരാഗത സമൂഹങ്ങൾക്ക് നിശ്ചിത റോളുകളുണ്ട്, അതേസമയം ആധുനിക സമൂഹങ്ങൾ നവീകരണത്തെയും സർഗാത്മകതയെയും പ്രോത്സാഹിപ്പിക്കുന്നു. ആളുകൾ പരമ്പരാഗത വേഷങ്ങൾ നിരസിക്കുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ പരമ്പരാഗതയെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു ലെവലിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മോഡേൺ സൊസൈറ്റീസ് ഒക്കെ ക്രിയേഷനെയും ഇന്നോവേഷനെയും പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് വികസനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളിപ്പോഴും അത് പഴയ കാലവും പഴയ കലപ്പയും കെട്ടിപ്പിടിച്ചിരിക്കുന്നോണ്ടാണ് നമുക്ക് വികസനങ്ങൾ ഉണ്ടാകാത്തത് എന്നാണ് പറയുന്നത് കേട്ടോ. ആര് പറയുന്നത്? എവററ്റ് ഹേഗൻ പറയുന്നത്. ഡേവിഡ് മക്ലെലാൻഡ് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ഇസ് ഡ്രിവൻ ബൈ ഇൻഡിവിജ്വൽ അംബിഷൻ ആൻഡ് അച്ചീവ്മെന്റ്. സൊസൈറ്റീസ് വിത്ത് ഹൈ അച്ചീവ്മെന്റ് വാല്യൂസ് പ്രോഗ്രസ് ഫാസ്റ്റർ. സാമ്പത്തിക വളർച്ചയെ നയിക്കുന്നത് വ്യക്തിഗത അഭിലാഷവും നേട്ടവുമാണെന്നും ഉയർന്ന നേട്ടം മൂല്യമുള്ള സമൂഹങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. Each perspective explains social change in a different way, but all highlight important factors that influence how societies develop over time. ഓരോ കാഴ്ചപ്പാടും സാമൂഹിക മാറ്റത്തെ വ്യത്യസ്തമായ രീതിയിൽ വിശദീകരിക്കുന്നതാണ്. എന്നാൽ കാലക്രമേണ സമൂഹങ്ങൾ എങ്ങനെ വികസിക്കുന്നുവെന്ന് സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളെ എല്ലാം ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ നോക്കിയത് എന്താണ്? സാമൂഹിക മാറ്റത്തിന്റെ പെർസ്പെക്റ്റീവുകളാണ് നമ്മൾ നോക്കിയത്, സോഷ്യൽ ചേഞ്ചിന്റെ പെർസ്പെക്റ്റീവ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന നമ്മുടെ ഹെഡിങ് മെയിൻ ഹെഡിങ് 2.4 മോഡേണൈസേഷൻ കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ്. മോഡേണൈസേഷൻ എന്താണെന്ന് നോക്കാം. Modernization is the idea that societies can develop by adopting modern ways of life, like those in Western countries. It assumes that poor traditional societies can progress by following the path of rich societies. Modernization theorists believe that contact with the developed nations help developed one grow faster. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ആധുനിക ജീവിത രീതികൾ സ്വീകരിച്ച് സമൂഹങ്ങൾക്ക് വികസിക്കാമെന്ന ആശയമാണ് ആധുനികവൽക്കരണം. സമ്പന്നമായ അതായത് ആധുനികമായ സമൂഹങ്ങളുടെ പാത തുടർന്ന് അതായത് പരമ്പരാഗത സമൂഹങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് ഇത് അനുമാനിക്കുന്നു. വികസിത രാഷ്ട്രങ്ങളുമായുള്ള സമ്പർക്കം അവികസിത രാജ്യങ്ങളെ വേഗത്തിൽ വളരാൻ സഹായിക്കുമെന്ന് ആധുനികവൽക്കരണ സിദ്ധാന്തക്കാർ വിശ്വസിക്കുന്നു. അതിലെ ഒരു പോയിന്റ് വരുന്നത് കൺസെപ്റ്റ് ഓഫ് മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ്റെ കൺസെപ്റ്റാണ് നോക്കുന്നത്. മോഡേണൈസേഷൻ മീൻസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ അഗ്രികൾച്ചറൽ അണ്ടർ ഡെവലപ്ഡ് സൊസൈറ്റി ഇൻ ടു ആൻ ഇൻഡസ്ട്രിയൽ അർബൻ ആൻഡ് എഫിഷ്യൻറ്റ് വൺ. ആധുനികവൽക്കരണം എന്നാൽ കാർഷിക അവികസിത സമൂഹത്തെ വ്യാവസായികവും നഗരപരവും കാര്യക്ഷമവുമായ ഒന്നാക്കി മാറ്റുക എന്നതാണ്. വെൽബർട്ട് മോറെ Modernization is a complete shift from traditional society to one with advanced technology and social organization. വെൽബർട്ട് മൂർ പറയുന്നത് ആധുനികവൽക്കരണം എന്നത് പരമ്പരാഗത സമൂഹത്തിൽ നിന്ന് നൂതനമായ സാങ്കേതിക വിദ്യയും സാമൂഹിക സംഘടനവുമുള്ള ഒന്നിലേക്കുള്ള പൂർണ്ണമായ മാറ്റമാണ് എന്നാണ്. ഡാനിയൽ ലേണർ പറയുന്നത് മോഡേണൈസേഷൻ ഈസ് സോഷ്യൽ ചേഞ്ച് ഡ്രിവൺ ബൈ എക്കണോമിക് ഗ്രോത്ത്. ലേണർ സ്റ്റഡീഡ് മോഡേണൈസേഷൻ ഇൻ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്. ഹി ഫൗണ്ട് ദാറ്റ് മാസ് മീഡിയ, അർബനൈസേഷൻ ആൻഡ് ലിറ്ററസി ക്രിയേറ്റ് എ ന്യൂ എക്കണോമിക് ഓർഡർ. ഡാനിയൽ ലെർണർ പറയുന്നത് ആധുനികവൽക്കരണം എന്നത് സാമ്പത്തിക വളർച്ചയാൽ നയിക്കപ്പെടുന്ന സാമൂഹികപരമായ ഒരു മാറ്റമാണ്. ലെർണർ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ആധുനികവൽക്കരണത്തെക്കുറിച്ച് പഠിച്ചു. മാധ്യമങ്ങൾ, നഗരവൽക്കരണം, സാക്ഷരത എന്നിവ ഒരു പുതിയ സാമ്പത്തിക ക്രമം സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ഹി ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് എ മൊബൈൽ പേഴ്സണാലിറ്റി വിച്ച് മീൻസ് ബീയിങ് റേഷണൽ, ഓപ്പൺ മൈൻഡഡ് ആൻഡ് എംപതറ്റിക്. ദിസ് ഹെൽപ്പ് പീപ്പിൾ അഡാപ്റ്റ് ടു ചേഞ്ച്. മൊബൈൽ
വ്യക്തിത്വം എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. അതിനർത്ഥം യുക്തിസഹവും തുറന്ന മനസ്സും സഹാനുഭൂതിയുമാണ്. ഇത് ആളുകളെ മാറ്റവുമായിട്ട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. However, Lerner also noted that modernization can create problems like government instability in personal struggles. People in transition may feel disconnected because they struggle to balance traditional beliefs with the modern life. എന്നിരുന്നാൽ പോലും ആധുനികവൽക്കരണത്തിന് ഗവൺമെന്റിന്റെ അസ്ഥിരതയും വ്യക്തിപരമായ പോരാട്ടങ്ങളും പോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ലേണർ അഭിപ്രായപ്പെട്ടു. പരമ്പരാഗത വിശ്വാസങ്ങളെ ആധുനിക ജീവിതവുമായി സന്തുലിതമാക്കാൻ അവർ പാടുപെടുന്നതിനാൽ പരിവർത്തന ഘട്ടത്തിലുള്ള ആളുകൾക്ക് അസംതൃപ്തി തോന്നിയേക്കാം. ഗവൺമെന്റിന് പെട്ടെന്ന് വികസന മാർഗങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ല, പതുക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഫീച്ചേഴ്സ് ഓഫ് മോഡേണൈസേഷന്റെ ഫീച്ചേഴ്സ് ആണ് അടുത്ത നോക്കുന്നത്. ഫസ്റ്റ് വൺ, specialization and differentiation. Society become more structural and with specific roles and jobs. പ്രത്യേക റോളുകളും ജോലികളും ഉപയോഗിച്ച് സമൂഹം കൂടുതൽ ഘടനാപരമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, പ്രൊഡക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ ക്യാപിറ്റലിസ്റ്റ് വൈൽ വർക്കേഴ്സ് സെൽ ദെയർ ലേബർ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്? ഉൽപാദനം നിയന്ത്രിക്കുന്നത് മുതലാളിമാരാണ്. തൊഴിലാളികൾ അവരുടെ അധ്വാനത്തെ ഉടമകൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് വേജ് ബേസ്ഡ് സിസ്റ്റം. പീപ്പിൾസ് ഏൺ മണി ബൈ വർക്കിംഗ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ മാർക്കറ്റ് എക്കോണമി. ആളുകൾ ജോലി ചെയ്ത് പണം സമ്പാദിക്കുകയും കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബ്യൂറോക്രസി ആൻഡ് റേഷണൽ institutions. Governments and organization follows clear rules and roles to maintain order. ബ്യൂറോക്രസിയും യുക്തിസഹമായിട്ടുള്ള സ്ഥാപനങ്ങളും റേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രമസമാധാനം നിലനിർത്തുന്നതിന് സർക്കാരുകളുമായും സംഘടനകളുമായും വ്യക്തമായ നിയമങ്ങളും റോളുകളും പാലിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ഡെമോക്രസി. ലോസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് പ്രൊട്ടക്ട് പീപ്പിൾസ് റൈറ്റ്സ്. നിയമങ്ങളും ഭരണഘടനകളും ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. സ്റ്റേറ്റ് പവർ ആൻഡ് റെപ്രസെന്റേഷൻ. ഗവൺമെന്റ്സ് റൂൾ ത്രൂ elected representative in a democracy. സംസ്ഥാന അധികാരവും പ്രാതിനിധ്യവും ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലൂടെയാണ് സർക്കാരുകൾ ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഐഡിയോളജീസ്. ഡിഫറെന്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് കംപ്ലീറ്റ് ടു ഷേപ്പ് പോളിസീസ്. നയങ്ങൾ രൂപപ്പെടുത്താൻ വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരിക്കുകയാണ്. ഇൻഡിവിജ്വലിസം. പീപ്പിൾ ഫോക്കസ് ഓൺ പേഴ്സണൽ ഫ്രീഡം ആൻഡ് റൈറ്റ്സ്. വ്യക്തിത്വം. വ്യക്തി സ്വാതന്ത്ര്യത്തിലും അവകാശങ്ങളിലും ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ പറയുന്നതൊക്കെ വന്നിരിക്കുന്ന മോഡേണൈസേഷൻ ആധുനികവൽക്കരണം ആണ് കേട്ടോ. ആധുനികവൽക്കരണം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെയാണ് പറയുന്നത്. അടുത്തത് പോയിന്റ് 9 സോഷ്യൽ പ്രോഗ്രസ് ആണ്. ഡെമോക്രസി ഹെൽപ്പ് സൊസൈറ്റീസ് ഇംപ്രൂവ് ആൻഡ് അച്ചീവ് ഗ്രേറ്റർ ഇക്വാലിറ്റി. സമൂഹങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ അസമത്വം കൈവരിക്കുന്നതിനും ജനാധിപത്യം സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു. മോഡേണൈസേഷൻ എയിംസ് ഫോർ എക്കണോമിക് ഗ്രോത്ത്, ഡെമോക്രസി ആൻഡ് പേഴ്സണൽ ഫ്രീഡം, ബട്ട് ഇറ്റ് ഓൾസോ ബ്രിങ്സ് ചാലഞ്ചസ് ദാറ്റ് സൊസൈറ്റീസ് മസ്റ്റ് മാനേജ്. ആധുനികവൽക്കരണവും സാമ്പത്തിക വളർച്ചയും ജനാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവ ലക്ഷ്യമിടുന്നു. എന്നാൽ സമൂഹങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വെല്ലുവിളികളും എന്ത് ചെയ്യുന്നുണ്ട്? അത് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത് ട്ടോ. അടുത്ത നമ്മുടെ ഹെഡിങ് 2.1 Perspective on modernization. The process of modernization has led to many theories, each offering a different perspective. This include the ideal, typical, diffusionist, psychological and Marxist perspective. ആധുനികവൽക്കരണ പ്രക്രിയ പല സിദ്ധാന്തങ്ങളിലേക്കും നയിച്ചു. ഓരോന്നും വ്യത്യസ്തമായ വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. ഐഡിയൽ, ടിപ്പിക്കൽ, ഡിഫ്യൂഷനിസ്റ്റ്, സൈക്കോളജിക്കൽ, മാർക്സിസ്റ്റ് വീക്ഷണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ്. മോഡേണിസത്തിന്റെ പെർസ്പെക്റ്റീവ്സ് ആണ് പറയുന്നത്, വീക്ഷണങ്ങളാണ് പറയുന്നത് ട്ടോ. The first three dominated American thought, especially in the 1950s and 1960s, while the Marxist perspective challenges these views. 1950കളിലും 60കളിലും അമേരിക്കൻ ചിന്തകളിൽ ആദ്യത്തെ 3 ആധിപത്യം പുലർത്തി. അതേസമയം മാർക്സിസ്റ്റ് വീക്ഷണം ഈ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുന്നതായിരുന്നു. അതായത് ഐഡിയൽ, ടിപ്പിക്കൽ, ഡിഫ്യൂഷനിസ്റ്റ്, സൈക്കോളജിക്കൽ എന്നിവ ട്ടോ.
ദ ഐഡിയൽ ടിപ്പിക്കൽ പെർസ്പെക്റ്റീവ്. ഐഡിയൽ ടിപ്പിക്കൽ പെർസ്പെക്റ്റീവ് എന്താണെന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ദിസ് അപ്രോച്ച് ഫോക്കസസ് ഓൺ ഐഡന്റിഫൈയിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ്. ഇറ്റ് സജസ്റ്റ് that underdeveloped countries should abandon outdated practices and adopt modern ones. ഈ സമീപനം വികസനത്തിന്റെയും അവികസിത അവസ്ഥയുടെയും സവിശേഷതകൾ തിരിച്ചറിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവികസിത രാജ്യങ്ങൾ കാലഹരണപ്പെട്ട ആചാരങ്ങൾ ഉപേക്ഷിച്ച് ആധുനിക രീതികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. Pattern variable perspective. Talcott person said that modernization involves changes like technological advancement, commercial farming, industrialization, and urbanization. These changes can happen at different times but lead to a more differentiated society. പാറ്റേൺ വേരിയബിൾ പറയുന്നത് ആധുനികവൽക്കരണത്തിൽ സാങ്കേതിക പുരോഗതിയാണ്. വാണിജ്യ കൃഷി, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയ മാറ്റങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് ടാൽക്കോട്ട് പേഴ്സൺസ് പറഞ്ഞു. ഈ മാറ്റങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ സംഭവിക്കാം, പക്ഷെ കൂടുതൽ വ്യത്യസ്തമായ ഒരു സമൂഹത്തിലേക്ക് ഇത് എന്ത് ചെയ്യും, നമ്മൾ നയിക്കും എന്നാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ സ്റ്റേജ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് വാൾട്ട് റോസ്റ്റോസ് തിയറി ഡിവൈഡ്സ് എ ഡെവലപ്മെന്റ് ഇൻടു 5 സ്റ്റേജസ്. ചരിത്രപരമായ ഘട്ടവീക്ഷണം വാൾട്ടർ റോസ്റ്റോയുടെ സിദ്ധാന്ത വികസനത്തെ 5 ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. ഒന്ന്, ട്രഡീഷണൽ സൊസൈറ്റി, ലിമിറ്റഡ് ടെക്നോളജി ആൻഡ് ലോ പ്രൊഡക്ടിവിറ്റി. പരിമിതമായ സാങ്കേതിക വിദ്യയും കുറഞ്ഞ ഉൽപാദനക്ഷമതയുമുള്ള ട്രഡീഷണൽ സൊസൈറ്റി. പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, ഇയർലി സ്റ്റെപ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. വിദ്യാഭ്യാസവും നിക്ഷേപവും പോലെയുള്ള ആദ്യഘട്ടങ്ങൾ പിന്നീട് തുടങ്ങുകയാണ്. വിദ്യാഭ്യാസവും നിക്ഷേപവും പോലെയുള്ള ആദ്യഘട്ടങ്ങളാണ് തുടങ്ങുന്നത്. ഇതിൽ എന്താണ്, നമ്മൾ ഒരു വികസനത്തെ 5 ഘട്ടങ്ങളായിട്ട് തിരിച്ചതാണ് കേട്ടോ. അപ്പോൾ വികസനത്തിലേക്ക് സാധാരണ നിലയിൽ നിന്ന് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒന്നിൽ നിന്ന് വികസനത്തിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് പറയുന്നത്. അടുത്തത് പോയിന്റ് 3, ടേക്ക് ഓഫ്, മേജർ എക്കണോമിക് ഗ്രോത്ത്, ഓവർകമ്മിങ് ട്രഡീഷൻസ് ബാരിയേഴ്സ്. പരമ്പരാഗത തടസ്സങ്ങളെ മറികടന്ന് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. ഡ്രൈവ് ടു മെച്യൂരിറ്റി, അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് ഇന്റർനാഷണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ. നൂതന സാങ്കേതിക വിദ്യയും അന്താരാഷ്ട്ര സാമ്പത്തിക സംയോജനവും ഉണ്ടാകുന്നു. മാസ് കൺസപ്ഷൻ, ഫോക്കസ് ഓൺ കൺസ്യൂമേഴ്സ് ഗുഡ്സ് ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലും സാമൂഹിക ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്തില് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ സ്റ്റേജ് പെർസ്പെക്റ്റീവില് പറയുന്നത് കേട്ടോ. അതായത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചരിത്രത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒന്നായിട്ട് മോഡേണൈസേഷനെ പറയുന്നതിന്റെ ഘട്ടങ്ങളാണ് പറഞ്ഞത്. അടുത്തത് പറഞ്ഞാല് ദ ഡിഫ്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ് അടുത്ത പെർസ്പെക്റ്റീവ് കേട്ടോ. ദിസ് വ്യൂ സീസ് ഡെവലപ്മെന്റ് ആസ് എ പ്രോഗ്രസ് വെർ കൾച്ചർ എലമെന്റ്സ് ലൈക്ക് ടെക്നോളജി, ക്യാപിറ്റൽ ആൻഡ് വാല്യൂ സ്പ്രെഡ് ഫ്രം ഡെവലപ്ഡ് കൺട്രീസ് ടു അണ്ടർ ഡെവലപ്ഡ് വൺസ്. ഇറ്റ് ബിലീവ്സ് that the underdeveloped countries cannot progress without help from the developed world. If progress doesn't occur, it is blamed on the weakness in the underdeveloped society. സാങ്കേതിക വിദ്യ, മൂലധനം, മൂല്യങ്ങൾ തുടങ്ങിയ സാംസ്കാരിക ഘടകങ്ങൾ വികസിത രാജ്യങ്ങളിൽ നിന്ന് അവികസിത രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കാഴ്ചപ്പാട് വികസനത്തെ കാണുന്നത്. വികസിത രാജ്യങ്ങളുടെ സഹായം ഇല്ലാതെ അവികസിത രാജ്യങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ ആവില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. പുരോഗതി സംഭവിക്കുന്നില്ലെങ്കിൽ അവികസിത സമൂഹങ്ങളിൽ ദൗർബല്യങ്ങളെ എന്ത് ചെയ്യും, ഈ വികസിത സമൂഹങ്ങൾ കുറ്റപ്പെടുത്തും. അതായത് വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വികസ്വര രാജ്യങ്ങൾക്ക് ഈ വികസിത രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ആശ്രയിക്കാതെ അവർക്ക് വികസനം സാധ്യമാകില്ല. ഇനിയിപ്പോ ഇവർ വികസിച്ചില്ലെങ്കിൽ ഈ വികസിത രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവരെ കളിയാക്കും, കുറ്റപ്പെടുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ദ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. ദിസ് തിയറി മെയിൻലി ബൈ McClellan and others links development to high level of achievement motivation. People with a strong desire to succeed are more likely to drive economic growth through entrepreneurship. A culture of achievements lead to focused planned ഡെവലപ്മെന്റ്. ഈ സിദ്ധാന്തം പ്രധാനമായിട്ടും മക്ലെലാൻഡും മറ്റുള്ളവരും വികസനത്തെ ഉയർന്ന തലത്തിലുള്ള നേട്ട പ്രചോദനവുമായിട്ട് ബന്ധിപ്പിക്കുന്നെന്നാണ് പറയുന്നത്. വിജയിക്കണം എന്ന ശക്തമായ ആഗ്രഹമുള്ള ആളുകൾക്ക് സംരംഭകത്വത്തിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്ന സാധ്യത കൂടുതലാണ്. ഈ സംരംഭകത്വം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഓണർഷിപ്പിനെയാണ് പറയുന്നത്.
നേട്ടങ്ങളുടെ ഒരു സംസ്കാരം കേന്ദ്രീകൃതവും ആസൂത്രിതവുമായ വികസനത്തിലേക്ക് ഇതിനെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ദ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. മോഡേണൈസേഷന്റെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താന്ന് നോക്കാം. ദിസ് അപ്രോച്ച് കണക്ട്സ് അണ്ടർ ഡെവലപ്മെന്റ് ടു ദ റൈസ് ഓഫ് ക്യാപിറ്റലിസം. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ അൺഡെവലപ്ഡ് വൺസ് ആൻഡ് ദാറ്റ് എയ്ഡ് ഫ്രം ദ റിച്ച് നേഷൻസ് ഈസ് എ വേ ഓഫ് മെയിൻറ്റെയിനിങ് കൺട്രോൾ. ഈ സമീപനം അവികസിത അവസ്ഥയെ മുതലാളിത്തത്തിന്റെ ഉദയവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അവികസിത രാജ്യങ്ങളെ വികസിത രാജ്യങ്ങൾ ചൂഷണം ചെയ്യുന്നുവെന്നും സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം നിയന്ത്രണം നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗമാണെന്നും അവർ വാദിക്കുന്നു. സമ്പന്ന രാജ്യങ്ങൾ സഹായിക്കുന്നത് എന്താണ്? നമ്മളെ ഊറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്, അല്ലാതെ നമ്മളെ സഹായിക്കുക എന്നുള്ള മൈൻഡോടെ അല്ല ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മാർക്സിസ്റ്റ് ബിലീവ്സ് ദാറ്റ് ട്രൂ ഡെവലപ്മെന്റ് ക്യാൻ ഓൺലി ഒക്യൂർ വെൻ ദ വർക്കിംഗ് ക്ലാസ് ഇൻ ദ ബോത്ത് ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് കൺട്രീസ് അച്ചീവ്സ് പവർ ആൻഡ് പോളിസീസ് ഫേവർ ദ പീപ്പിൾ നോട്ട് ദ വെൽത്തി. വികസിതവും അവികസിതവുമായ രാജ്യങ്ങളിലെ തൊഴിൽ വർഗം അധികാരം കൈവരിച്ചാൽ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് മാർക്സിസ്റ്റുകൾ വിശ്വസിക്കുന്നു. നയങ്ങൾ സമ്പന്നർക്കല്ല ജനങ്ങൾക്ക് അനുകൂലമായിരിക്കണം എന്നാണ് ഇവിടെ ആര് പറഞ്ഞു വെക്കുന്നത്? മാർക്സിസ്റ്റ് ബിലീവ്സ് പറയുന്നത്. 2.6 ക്രിറ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ തിയറീസ് ആണ്. മോഡേണൈസേഷൻ തിയറീസ് emerged in the early 1950s and started losing supports in 1970s. The weakness of this theory seems to outweigh their strengths, which is why they are less relevant today. 1950കളുടെ തുടക്കത്തിൽ ആധുനികവൽക്കരണ സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നു. 1970കളിൽ ഇതിന് പിന്തുണ നഷ്ടപ്പെട്ടു തുടങ്ങി. ഈ സിദ്ധാന്തങ്ങളുടെ ബലഹീനതകൾ അവയുടെ ശക്തിയേക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവ ഇന്ന് പ്രസക്തം അല്ല എന്നാണ് പറയുന്നത്. ആധുനികവൽക്കരണ സിദ്ധാന്തങ്ങളാണ് കേട്ടോ. അതിൽ വരുന്ന പോയിന്റ്സ്, ഒരു പോയിന്റ് ആണ് സ്ട്രെങ്ത്. The main strength of modernization theory is a simplicity. It seems to path to development as following the examples of the West. By studying how Western societies develop, traditional societies can follow the same path to modernity. ആധുനികവൽക്കരണ സിദ്ധാന്തത്തിന്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? ലാളിത്യമാണ്. പാശ്ചാത്യരുടെ മാതൃക പിന്തുടരുന്നതാണ് വികസനത്തിന്റെ പാതയെ അത് കാണുന്നത്. പാശ്ചാത്യ സമൂഹങ്ങൾ എങ്ങനെ വികസിച്ചു എന്ന് പഠിക്കുന്നതിലൂടെ പരമ്പരാഗത സമൂഹങ്ങൾക്ക് ആധുനികതയിലേക്കുള്ള അതേ പാത പിന്തുടരാൻ ആകും. This idea encourages societies to mimic successful model, though this doesn't always work in reality. The term modernization is seen as less geocentric than westernization, allowing developing societies to keep some of their own identity while trying to modernize. വിജയകരമായ മാതൃകകൾ അനുകരിക്കാൻ ഈ ആശയം സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതെല്ലായ്പ്പോഴും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതല്ല. ആധുനികവൽക്കരണം എന്ന പദം പാശ്ചാത്യവൽക്കരണം എന്നതിനേക്കാൾ കുറഞ്ഞ ഭൂകേന്ദ്രീകൃതമായി കാണപ്പെടുന്നു. ഇത് ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ വികസ്വര സമൂഹങ്ങളെ സ്വന്തം വ്യക്തിത്വം നിലനിർത്താൻ അനുവദിക്കുന്നു. വികസനങ്ങൾ വരുമ്പോൾ, ആധുനികവൽക്കരണം വരുമ്പോൾ അത് ചെറിയ ഭൂകേന്ദ്രമായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആണ്ട് വരില്ല. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും ജംഗ്ഷനുകൾക്ക് ഒരു പ്രത്യേക വളർച്ചയല്ലേ. ഇപ്പൊ നമ്മുടെ കേരളത്തിലായാലും കൊച്ചി എന്ന് പറയുമ്പോ കുറച്ചും കൂടെ വികസിതമായിട്ടുള്ള ഒരു നാടാണെന്ന് പറയും. അപ്പോൾ എല്ലാ ഭൂപ്രദേശങ്ങളും ഒരുപോലെയല്ല, വ്യത്യസ്ത രീതിയിലാണ് വികസിക്കുന്നതെന്നാണ് പറയുന്നത്. അതൊക്കെയാണ് അതിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളിലും പറയുന്നത്. അടുത്തത് വീക്ക്നെസ്സുകളാണ് പറയുന്നത്. മോഡേണൈസേഷൻ തിയറി സിംപ്ലിസിറ്റി ക്യാൻ ഓൾസോ be its downfall. It suggests that societies can evolve on their own, but this ignores the international connections that already exist. Some scholars argue that ideas and resources are shared between modern and traditional societies, so change can be purely internal. ആധുനികവൽക്കരണ സിദ്ധാന്തത്തിന്റെ ലാളിത്യവും അതിന്റെ തകർച്ചയായിരിക്കാം. സമൂഹങ്ങൾക്ക് സ്വന്തമായി പരിണമിക്കാൻ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതിനകം നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളെ അവഗണിക്കുന്നു. ആധുനികവും പരമ്പരാഗതവുമായ സമൂഹങ്ങൾക്കിടയിൽ ആശയങ്ങളും വിഭവങ്ങളും പങ്കിടപ്പെടുന്നു. അതിനാൽ മാറ്റം പൂർണ്ണമായും ആന്തരികമായിരിക്കില്ല എന്ന് ചില പണ്ഡിതന്മാർ വാദിക്കുന്നു. ഇതിന്റെ
മോഡേണൈസേഷന്റെ വീക്ക്നെസ്സുകളൊക്കെയാണ് പറയുന്നത്. മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലാളിത്യമുള്ളതാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, എന്നാൽ ഹമ്പിളും ആണെന്നാണ് പറയുന്നത്. ഇതിലൂടെ മറ്റു പലരും നമ്മളെ ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങുന്നു എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, കൾച്ചേഴ്സ് ക്യാൻ ചേഞ്ച് അൺഎക്സ്പെക്റ്റഡ്ലി ആൻഡ് ക്വിക്ലി. മോഡേണൈസേഷൻ ഈസ് ഓഫ്റ്റൻ സീൻ ആസ് എ സ്ലോ ഗ്രാജുവൽ പ്രോസസ്, നോട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഓവർനൈറ്റ്. ഉദാഹരണത്തിന്, സംസ്കാരങ്ങൾ അപ്രതീക്ഷിതമായിട്ടും വേഗത്തിൽ മാറാം. പക്ഷെ ആധുനികവൽക്കരണം പലപ്പോഴും സാവധാനത്തിലുള്ളതും ക്രമാനുഗതമായ ഒരു പ്രക്രിയയാണ് കാണുന്നത്. ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ആണ് പറയുന്നത്. Another problem is that while developing countries try to modernize, the developed countries often grow faster, making it harder for the former to catch up. This gap challenges the goal of equal development. വികസ്വര രാജ്യങ്ങൾ ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ വികസിത രാജ്യങ്ങൾ പലപ്പോഴും വേഗത്തിൽ വളരുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം. മുൻ രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. ഈ വിടവ് തുല്യ വികസനം എന്ന ലക്ഷ്യത്തെ വെല്ലുവിളിക്കുന്നു. തുല്യമായിട്ടുള്ള ഒരു വികസനം എന്നത് ഒരിക്കലും സാധ്യമല്ല എന്നാണ് പറയുന്നത്. മോഡേണൈസേഷൻ ഓൾസോ അസ്യൂംസ് ദാറ്റ് ദ വെസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് മോഡേൺ ഈസ് ദ right path for all countries without considering alternatives. Critics argue that the approach doesn't account for challenges such as poverty, lack of infrastructures and unemployment. ബദലുകൾ പരിഗണിക്കാതെ എല്ലാ രാജ്യങ്ങൾക്കും പടിഞ്ഞാറിന്റെ മുതലാളിത്ത മാതൃകയാണ് ശരിയായ പാതയെന്ന് ആധുനികവൽക്കരണം അനുമാനിക്കുന്നു. ദാരിദ്ര്യം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, തൊഴിലില്ലായ്മ തുടങ്ങിയ വെല്ലുവിളികളെ ഈ സമീപനം കണക്കിലെടുക്കുന്നില്ലെന്ന് വിമർശകർ ബാധിക്കുന്നു. അതായത് എല്ലാ രാജ്യങ്ങളും പടിഞ്ഞാറിന്റെ, അതായത് വെസ്റ്റേൺ കൺട്രീസിനെ പോലെ ആകുന്നതാണ് വികസനം എന്ന് പറയുന്നത് എന്നാണ് ആധുനികവൽക്കരണം കൊണ്ട് അനുമാനിക്കുന്നത്. പക്ഷെ ഈ ദാരിദ്ര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും തൊഴിലില്ലായ്മയൊക്കെ അവിടെയും അലട്ടുന്ന കാര്യങ്ങളാണ്. അതും കൂടി ക്ലിയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ സാധ്യമാകുന്നതെന്നാണ് പറയുന്നത്. Roster's five stages of developments have also been criticized for being too rigid and unrealistic. His model doesn't always fit the complex realities of development. റോസോയുടെ വികസനത്തിന്റെ 5 ഘട്ടങ്ങളും വളരെ കർക്കശവും യാഥാർത്ഥ്യബോധമില്ലാത്തതുമാണെന്ന് വിമർശിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മാതൃക എല്ലായ്പ്പോഴും വികസനത്തിന്റെ സങ്കീർണ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നല്ല എന്ന് പറയുന്നു. For instance, some countries reach the mass consumption stage without going through all the earlier stages. Others face obstacles that are not addressed in his theory. ഉദാഹരണത്തിന്, ചില രാജ്യങ്ങൾ എല്ലാ മുൻഘട്ടങ്ങളിലൂടെയും കടന്നു പോകാതെ ബഹുജനോപഭോഗം ഘട്ടത്തിലെത്തുന്നു. അവന്റെ സിദ്ധാന്തത്തിൽ അഭിസംബോധനം ചെയ്യപ്പെടാത്ത തടസ്സങ്ങൾ മറ്റുള്ളവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. Lastly, the theory's critics argue that development issues are not only internal but also shaped by global structures. The dependency theory, for example, suggests that underdeveloped nations remains depend on developed ones due to international relationship, like the metropolis satellite structure described by Andrew Gunter Frank. അവസാനമായിട്ട് സിദ്ധാന്തത്തിന്റെ വിമർശകർ വാദിക്കുന്നത് വികസന പ്രശ്നങ്ങൾ ആന്തരികം മാത്രമല്ല ആഗോള ഘടനകളാൽ രൂപപ്പെട്ടതാണ് എന്നാണ്. ഉദാഹരണത്തിന്, ആൻഡ്രേ ഗുണ്ടർ ഫ്രാങ്ക് വിവരിച്ച മെട്രോപോളിസ് സാറ്റലൈറ്റ് ഘടന പോലെ അന്തർദേശീയ ബന്ധങ്ങൾ കാരണം അവികസിത രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളെ ആശ്രയിക്കുന്നതായിട്ട് ആശ്രിതത്വ സിദ്ധാന്തം സൂചിപ്പിക്കുന്നു. നേരത്തെ പോലെ നമ്മൾ അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നു, അപ്പോൾ അവര് നമ്മളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. In the end, modernization theory doesn't provide a clear solution or a precise picture of how development should happen. While it has motivated some developing nations, it has no offered a comprehensive plan for progress. അവസാനം, ആധുനികവൽക്കരണ സിദ്ധാന്തം വ്യക്തമായ പരിഹാരങ്ങളോ വികസനം എങ്ങനെ സംഭവിക്കണം എന്നതിന്റെ കൃത്യമായ ചിത്രമോ നൽകുന്നില്ല. ചില വികസന രാജ്യങ്ങളെ ഇത് പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പുരോഗതിക്കായിട്ട് ഒരു സമഗ്ര പദ്ധതി വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, അതായത് മോഡേണൈസേഷന്റെ സ്ട്രെങ്ത്തും
അതിന്റെ വീക്ക്നെസ്സുകളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 2.7 ഡെവലപ്മെന്റ് കണ്ടീഷൻസ് ആൻഡ് ബാരിയേഴ്സ്. ഡെവലപ്മെന്റിന്റെ കണ്ടീഷൻസും ബാരിയേഴ്സും ആണ് നമ്മൾ പറയുന്നത്. Development has no single definition, as it can refer to economic growth, industrialization, self-reliance, or human development. It focuses on improving human well-being with the economic growth seen as a means to achieve this. വികസനത്തിന് സാമ്പത്തിക വളർച്ച, വ്യവസായവൽക്കരണം, സാശ്രയത്വം അല്ലെങ്കിൽ മനുഷ്യ വികസനം എന്നിവയെ സൂചിപ്പിക്കാൻ കഴിയുന്നതിനാൽ വികസനത്തിന് ഒരൊറ്റ നിർവചനം ഇല്ല. ഇത് മനുഷ്യന്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമ്പത്തിക വളർച്ച ഇത് നേടുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കാണുകയും ചെയ്യുന്നു. ഡെവലപ്മെന്റ് ഈസ് ലിങ്ക്ഡ് ടു സൊസൈറ്റീസ് എബിലിറ്റി ടു ഓർഗനൈസ് റിസോഴ്സസ് ആൻഡ് റെസ്പോണ്ട് ടു ചലഞ്ചസ്. ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് ഫ്രം nomadic to post-industrial societies involving new activities and social organization. 4 types of infrastructure, physical, social, mental and psychological, are essential for development, with the human resources being the key drivers. വിഭവങ്ങൾ സംഘടിപ്പിക്കാനും വെല്ലുവിളികളോട് പ്രതികരിക്കാനുമുള്ള സമൂഹത്തിന് കഴിവുമായിട്ട് വികസനം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നാടോടികളിൽ നിന്ന് വ്യാവസായികാനന്തര സമൂഹങ്ങളിലേക്ക് പരിണമിക്കുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങളും സാമൂഹിക സംഘടനകളും ഉൾപ്പെടുന്നു. 4 തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യ വിഭവശേഷിയാണ് പ്രധാന ചാലക ശക്തി. മനുഷ്യനാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഒരു നാട്ടിൽ വികസനം ഉണ്ടാകുമ്പോൾ മനുഷ്യ ശക്തിയാണ് വേണ്ടത്. തൊഴിലിനായാലും തൊഴിലെടുപ്പിക്കാനായാലും തൊഴിലെടുക്കാനായാലും വികസനം കൊണ്ടുവരാനായാലും എന്തൊക്കെയായാലും ഇനിയിപ്പോ ഒരു റോബോട്ടിനെ കണ്ടുപിടിച്ച് റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഡെവലപ്മെന്റ് റിക്വയർസ് സർപ്ലസ് എനർജി, അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ആസ്പിറേഷൻസ് ഫോർ പ്രോഗ്രസ്. എനർജി ഫ്യൂൽസ് ചേഞ്ച് വൈൽ അവയർനെസ് ഓഫ് എക്സ്റ്റേണൽ ഡെവലപ്മെന്റ്സ് ആൻഡ് ചലഞ്ചസ് ഇൻസ്പയർസ് ആക്ഷൻ. വികസനത്തിന് മിച്ച ഊർജവും അവസരങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധവും പുരോഗതിക്കായിട്ടുള്ള അഭിലാഷവും ആവശ്യമാണ്. ഊർജ ഇന്ധനങ്ങൾ മാറുന്നു, അതേസമയം ബാഹ്യ സംഭവ വികാസങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള അവബോധം പ്രവർത്തനത്തിന് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ആസ്പിറേഷൻ pushed a society to strive for higher achievements. Together these conditions spur development. However, development faces barriers like limited perception, outdated attitudes and traditional behaviors that resist change. ഉയർന്ന നേട്ടങ്ങൾക്കായി പരിശ്രമിക്കാൻ അഭിലാഷം സമൂഹത്തെ പ്രേരിപ്പിക്കുന്നു. ഈ അവസ്ഥകൾ ഒരുമിച്ച് വികസനത്തിന് ഉത്തേജനം നൽകുന്നു. എന്നിരുന്നാൽ പോലും വികസനം പരിമിതമായ ധാരണകൾ, കാലാഹരണപ്പെട്ട മനോഭാവങ്ങൾ, മാറ്റത്തെ പ്രതിരോധിക്കുന്ന പരമ്പരാഗത പെരുമാറ്റങ്ങൾ എന്നിവ പോലുള്ള തടസ്സങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പഴയ കാലത്തുള്ള ആൾക്കാർക്ക് ഇപ്പം ആദ്യമൊക്കെ നമ്മുടെ നാട്ടിൽ പുതിയൊരു വികസനം കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും അതിനോട് വിയോജിപ്പായിരിക്കും. അപ്പോൾ ആ ഒരു വിയോജിപ്പിനോട് വെല്ലുവിളിച്ചുകൊണ്ട് ആ വിയോജിപ്പിനെ എതിർത്തുകൊണ്ട് മുന്നേറേണ്ട ഒരു അവസ്ഥ modernization വരെയാണ്. Examples includes historical failures to see opportunities and the persistence of outdated customs despite progress. This barrier slow social and economic advancement but can be overcome through awareness and adaptation to new realities. ചരിത്രപരമായ പരാജയങ്ങളും പുരോഗതി ഉണ്ടായിട്ടും കാലാഹരണപ്പെട്ട ആ ആചാരങ്ങൾ നിലനിൽക്കുന്നതും ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ തടസ്സങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതിയെ മന്ദഗതിയിലാക്കുന്നു. പക്ഷെ അവബോധത്തിലൂടെയും പുതിയ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലൂടെയും ഇതിനെ മറികടക്കാൻ കഴിയും എന്ന് പറയുന്നു. ഇതിൽ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട് കേട്ടോ. ബോക്സ് 2.1 റോൾ ഓഫ് അർബനൈസേഷൻ, മണി ആൻഡ് ഇന്റർനെറ്റ് ഇൻ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിൽ അർബനൈസേഷന്റെയും മണിയുടെയും ഇന്റർനെറ്റിന്റെയും റോളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ പറയുന്നത്. സിറ്റീസ് ആർ hubs where people, resources and infrastructure come together, creating the condition for markets to emerge and driving production. As population density increases, these interactions intensify, boosting economic growth.
ജനങ്ങളും വിഭവങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒത്തുചേരുന്ന കേന്ദ്രങ്ങളാണ് നഗരങ്ങൾ. വിപണികൾ ഉയർന്നു വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ഉൽപാദനം നയിക്കുകയും ചെയ്യുന്നുണ്ട്. ജനസാന്ദ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ഇടപെടലുകൾ തീവ്രമാവുകയും സാമ്പത്തിക വളർച്ചയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജനസാന്ദ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് വിഭവങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എന്ത് ചെയ്യണം? വികസിക്കണം. മണി പ്ലേസ് എ കീ റോൾ by facilitating transactions and encouraging production beyond personal needs. It frees commerce from barter, following faster and more efficient exchanges. Money also store value, enabling trade and innovation. ഇടപാടുകൾ സുഗമമാക്കുന്നതിലൂടെയും വ്യക്തിഗത ആവശ്യങ്ങൾക്കപ്പുറം ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും പണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് വാണിജ്യത്തെ ബാർട്ടർ സമ്പ്രദായത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി വേഗത്തിലും കാര്യക്ഷമമായും വിനിമയം അനുവദിക്കുന്നു. പണവും മൂല്യം സംഭരിക്കുന്നുണ്ട്. വ്യാപാരവും നവീകരണം സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. The internet enhances information exchange by connecting peoples globally. It speeds up communication in fields like commerce, education, and politics, breaking barriers of time and space. The internet brings together different sectors, increasing interactions and boosting productivity, leading to higher development. ആഗോളതലത്തില് ആളുകളെ ബന്ധിപ്പിക്കുന്നതിലൂടെ ഇന്റർനെറ്റ് വിവര കൈമാറ്റം വർദ്ധിപ്പിക്കുന്നു. ഇത് വാണിജ്യം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിലെ ആശയവിനിമയത്തെ വേഗത്തിലാക്കുന്നു. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും തടസ്സങ്ങൾ തകർക്കുന്നു. ഇന്റർനെറ്റ് വ്യത്യസ്ത മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ആശയവിനിമയം വർദ്ധിപ്പിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഉയർന്ന വികസനത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നു. മോഡേണൈസേഷൻ എളുപ്പമാക്കുന്നു. അടുത്ത നമ്മുടെ ഹെഡിങ് 2.8 ഒബ്സർവേഷൻ അബൌട്ട് റീസെന്റ് ഡെവലപ്മെന്റ്. റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിന്റെ കുറിച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് പറയുന്നത്. ഹ്യൂമൻ പ്രോഗ്രസ് ഓവർ ദ ലാസ്റ്റ് 200 years has been remarkable. Social productivity has grown so much that the global population can now be sustained at 12 times the level of 18,000. Society with only a small urban population. The world has become more urbanized with over 14% of people living in cities. 300 വർഷത്തെ മനുഷ്യ പുരോഗതി ശ്രദ്ധേയമാണ്. സാമൂഹിക ഉൽപാദനക്ഷമത വളരെയധികം വളർന്നു. ആഗോള ജനസംഖ്യ ഇപ്പോൾ 1800 നിലയിലെ 12 മടങ്ങ് നിലനിർത്താൻ കഴിയും. ഒരു ചെറിയ നഗര ജനസംഖ്യ മാത്രമുള്ള ഒരു ഗ്രാമീണ കാർഷിക സമൂഹത്തിൽ നിന്ന് ലോകം കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. 40% ആളുകളും താമസിക്കുന്നത് എവിടെയാണ്? നഗരങ്ങളിലാണ്. The shift has brought challenges like overcrowding and pollution, but it has also improved political freedom, economic security, education and quality of life for billions. ഈ മാറ്റം ജനപ്പെരുപ്പവും മലിനീകരണം പോലുള്ള വെല്ലുവിളികൾ കൊണ്ടുവരുന്നു എങ്കിൽ പോലും ഇത് കോടിക്കണക്കിന് ആളുകളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സുരക്ഷയും വിദ്യാഭ്യാസവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തി. In the past 15 years, poverty reduction has been greater than the previous 500. Life expectancy is rising, infant mortality is falling and diseases are declining. Education is spreading and incomes have increased significantly. കഴിഞ്ഞ 50 വർഷമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുമ്പത്തെ 500-നേക്കാൾ കൂടുതലാണ്. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു, ശിശുമരണ നിരക്ക് കുറയുന്നു, രോഗങ്ങൾ കുറയുന്നു, വിദ്യാഭ്യാസം വ്യാപിക്കുന്നു, വരുമാനം ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. While more than a billion people remain in poverty, there hope that developing countries can catch up the industrial nations faster than before. 1 ബില്യൺ അധികം ആളുകൾ ദാരിദ്ര്യത്തിൽ തുടരുമ്പോൾ വികസ്വര രാജ്യങ്ങൾക്ക് മുൻപത്തേക്കാൾ വേഗത്തിൽ വ്യാവസായിക രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. കുറേ പേര് പട്ടിണി എടുക്കുന്നുണ്ട്. ആഫ്രിക്കയിലൊക്കെ ഒരുപാട് പേര് ഇത്രയും വികസനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ട്. എങ്കിൽ പോലും വികസിത രാജ്യങ്ങൾ എന്താണ്? വീണ്ടും സമ്പത്തിനെ അധികരിപ്പിക്കാനുള്ള മാർഗങ്ങളുമായിട്ട് കൊണ്ടുനടക്കാണ്. ഒരു ഭാഗം അവികസിതമായിട്ട് പൂർണ്ണമായിട്ട് കിടക്കുന്നു, മറ്റുള്ളവർ വികസനം ഉണ്ടാക്കുന്ന വികസനങ്ങൾ കൊയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. Countries like South Korea and China have seen rapid economic growth in just a few decades.
But not all countries have shared the same success. Difference in growth rates and development strategies remain. ദക്ഷിണ കൊറിയയും ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ അതിവേഗ സാമ്പത്തിക വളർച്ച കൈവരിച്ചു. എന്നാൽ എല്ലാ രാജ്യങ്ങളും ഒരേ വിജയം പങ്കിട്ടിട്ടില്ല. വളർച്ചാ നിരക്കുകളിലും വികസന തന്ത്രങ്ങളിലും വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. Some regions like East Europe and Sub-Saharan Africa have faced economic discipline and social issues, showing that development strategies don't always work universally. There is no clear consensus on the best path to development, and each country's situation requires a different approach. കിഴക്കൻ യൂറോപ്പ്, സബ്-സഹാറൻ ആഫ്രിക്ക തുടങ്ങിയ ചില പ്രദേശങ്ങൾ സാമ്പത്തിക തകർച്ച, സാമൂഹിക പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. വികസന തന്ത്രങ്ങൾ എല്ലായ്പ്പോഴും സാർവത്രികമായി പ്രവർത്തിക്കില്ലെന്ന് ഇത് കാണിക്കുന്നു. വികസനത്തിലേക്കുള്ള മികച്ച പാതയെക്കുറിച്ച് വ്യക്തമായ സമവായങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓരോ രാജ്യത്തിന്റെയും സാഹചര്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ ആവശ്യമാണ്. ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിന് ഇണങ്ങുന്ന മോഡേണൈസേഷന്റെ പദ്ധതികൾ, വികസനത്തിന്റെ പദ്ധതികൾ ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 2.8 നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അടുത്തത് ലാസ്റ്റ് കൺക്ലൂഷൻ ആണ്. 2.9 കൺക്ലൂഷൻ. Development today is more than just an economic issue. It involves changes in all areas of life. It is a process that affects the entire social and economic system, including institutions, social structure, attitudes, and even beliefs. True development includes improving social systems, reducing inequality, and എറാഡിക്കേറ്റിംഗ് പോവർട്ടി. വികസനം ഇന്ന് കേവലം ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, മനോഭാവങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ ഉൾപ്പെടെ മുഴുവൻ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്ന ഒരു പ്രക്രിയയാണിത്. യഥാർത്ഥ വികസനത്തിൽ സാമൂഹിക വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തൽ, അസമത്വം കുറയ്ക്കൽ, ദാരിദ്ര്യം തുടച്ചു നീക്കൽ എന്നിവ ഉൾപ്പെടുന്നതാണ്. Development has been happening for centuries but has spread up in the last 500 years, especially in the last 15. It can be seen as society moving from lower to higher levels of energy, efficiency, productivity, creativity and achievement. നൂറ്റാണ്ടുകളായിട്ട് വികസനം നടക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 500 വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 50 വർഷങ്ങളിൽ അത് ത്വരിതഗതിയിലായി, വേഗത്തിലായി ഊർജം, കാര്യക്ഷമത, ഉൽപാദനക്ഷമത, സർഗാത്മകത, നേട്ടം എന്നിവയുടെ താഴ്ന്ന തലങ്ങളിൽ നിന്ന് ഉയർന്ന തലങ്ങളിലേക്ക് സമൂഹം നീങ്ങുന്നതായിട്ട് ഇതില് കാണാൻ കഴിയും. In this unit we have looked at concepts like change, modernization and development as well as the challenges and experiences related to development. ഈ യൂണിറ്റിലെ മാറ്റവും നവീകരണവും വികസനം തുടങ്ങിയ ആശയങ്ങളും വികസനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും അനുഭവങ്ങളുമാണ് നമ്മൾ പരിശോധിച്ചത്. ഇതോടെ നമ്മുടെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും മോഡേണൈസേഷന്റെ കാര്യങ്ങളാണ്. മോഡേണൈസേഷനും സോഷ്യൽ ചേഞ്ച്, അതിന്റെ കോസുകള്, നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി, അതുപോലെ മോഡേണൈസേഷന്റെ നെഗും പോസും അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, എന്താ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാന്നും പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നോട്ട്സ് നിങ്ങൾ ഹാൻഡ് റിട്ടൺ തന്നെ പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് ഒന്ന് എഴുതി നോക്കണം. എന്നാൽ എന്തായാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ നമുക്ക് ഐഡിയ വന്നാലും സംഭവം എഴുതി കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുക. നമുക്ക് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് ഒന്ന് നോക്കാം. മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കൺസെപ്റ്റുകൾ, മോഡേണൈസേഷന്റെയും ചേഞ്ചസിന്റെയും കൺസെപ്റ്റുകൾ നോക്കി. പെർസ്പെക്റ്റീവ്സ് ഓഫ് ചേഞ്ച്, മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, കണ്ടീഷൻസ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് ചേഞ്ച്, മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് വിട്ടുപോയി. ഇന്ത്യയിലെ ഡെവലപ്മെന്റിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വലിയ അത്ര റിസ്ക് ഉള്ള ചാപ്റ്റർ അല്ല. നമുക്ക് മൈൻഡിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റിയ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോ എടുത്തെഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.